നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 62 ലക്ഷത്തോളം ആളുകൾക്ക് നവംബറിൽ 1600 രൂപയുടെ ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു. 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നവംബർ 6 മുതലാണ് തുക വിതരണം ആരംഭിച്ചത്. കൈകളിൽ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും പൂർത്തീകരിച്ചു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലാണ് വിതരണം നടന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും 1600 രൂപ കൂടി ലഭിക്കും. നവംബർ മാസത്തിൽ ഇനി വിതരണത്തിനൊരുങ്ങുന്നത് തനത് മാസത്തെ തുക, അതായത് നവംബറിലെ സഹായമായിട്ടായിരിക്കും അനുവദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ലഭിച്ചത് കുടിശ്ശികയാണ്. ഇത് സേവന പെൻഷൻ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മാസം 1600 രൂപ എത്തിച്ചേർന്നവർക്കെല്ലാം വീണ്ടും 1600 രൂപയുടെ വിതരണമുണ്ടാവും. ഈ മാസം അവസാനത്തോടു കൂടിയാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക. ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, അവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ പലർക്കും ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. പലർക്കും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രം വഴി ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുക. സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണം കൊണ്ട് തന്നെ കുടിശ്ശിക വന്ന പെൻഷൻ തുക ഇവർക്ക് ലഭിക്കുന്നതല്ല. പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ്, മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് പോലെ എല്ലാ മാസവും 1-ാം തീയതി KSRTC ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിൽ. 2025 ജനുവരി 1 മുതൽ പുതിയ ക്രമീകരണം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ശമ്പള വിതരണത്തിനായി കേരള ബാങ്ക് 150 കോടി രൂപ വരെ വായ്പയും 80 കോടി രൂപ അധിക ഓവർ ഡ്രാഫ്റ്റും KSRTCക്ക് അനുവദിക്കും. സംസ്ഥാന സർക്കാർ 2 ഗഡുക്കളായി നൽകുന്ന 50 കോടി രൂപയും കോർപ്പറേഷന്റെ മറ്റു വരുമാനങ്ങളും ഉപയോഗിച്ച് കേരള ബാങ്കിലേക്ക് തുക തിരിച്ചടക്കുന്നത്. രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ 9.62 കോടി രൂപ ഒഴിവാക്കിയാണ് സർക്കാർ കേരള ബാങ്കിനെ കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. SBI, കാനറ ബാങ്ക് എന്നിവയാണ് കൺസോർഷ്യത്തിലെ മറ്റംഗങ്ങൾ. കൺസോർഷ്യത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ബോർഡിന്റെ അനുമതി മാത്രം മതിയെന്ന തരത്തിൽ നടപടികൾ ലഘൂകരിച്ചാണ് കേരള ബാങ്കിനെ അംഗമാക്കിയിരിക്കുന്നത്. ബോർഡിന്റെ അനുമതി ലഭിച്ച ശേഷം ഡിസംബർ പകുതിയോടെ കേരള ബാങ്കിന് കൺസോർഷ്യത്തിൽ അംഗമാവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.